ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓരോ വേർഡ്സായിട്ട് പഠിക്കുന്നില്ല, ഒരു സെൻറ്റൻസ് എങ്കിലും പഠിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. സമയനിഷ്ഠ പാലിക്കുക, ബി പങ്ക്ച്വൽ. സമയനിഷ്ഠ പാലിക്കുക, ബി പങ്ക്ച്വൽ. ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? സാധാരണ നമ്മൾ സ്കൂളിലേക്ക് മോർണിംഗ് ഒരു ടൈം ഉണ്ടാവും, എത്തേണ്ട ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിന് നിങ്ങളെ കുഞ്ഞുങ്ങളെ അവിടെ എത്തിക്കാറുണ്ടോ? അതായത് ഒരു നല്ല പാരൻസിൻ്റെ ഒരു കടമയാണ് കൃത്യസമയത്ത് സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് കുട്ടികളുടെ സ്കൂളിൽ എത്തിക്കുന്നത്. അതിന് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ബി പങ്ക്ച്വൽ. ഇപ്പോൾ 8:30 ആണ് സ്കൂളിലെ ടൈമെങ്കിൽ 8:29 സ്കൂളിൽ കുട്ടികളെ എത്തിക്കണം. അതാണ് ഒരു നല്ല മാതാവിൻ്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ കടമ. അപ്പോൾ സമയനിഷ്ഠ പാലിക്കുക, ബി പങ്ക്ച്വൽ. അടുത്ത് പൂക്കൾ പറിക്കരുത്, ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. നമ്മളെ കൊച്ചുകുട്ടികൾ ഒരു പരിപാടിയുണ്ട്, എവിടെ പൂക്കൾ കണ്ടോ അപ്പോൾ അത് പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഊട്ടിയിലൊക്കെ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാവും ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. എൻ്റെ മോളാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും പോകണ്ട, മെല്ലെ കൈ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ അതേപോലെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. അപ്പോൾ പൂക്കൾ പറിക്കരുത് എന്ന് എങ്ങനെ പറയും? ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കൂ, ച്യൂ യുവർ ഫുഡ് വെൽ. ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കൂ, ച്യൂ യുവർ ഫുഡ് വെൽ. നമ്മൾ കൊച്ചുങ്ങൾ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചില കൊച്ചുങ്ങൾ നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കും, ചില കുട്ടികളോ. എൻ്റെ മോള് കുറച്ച് മുന്നേ വരെ, അതായത് LKG ഒക്കെ പഠിക്കുന്ന ടൈമിന് ഫുഡ് വായിലേക്ക് ഇടും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സിപ്പ് വെള്ളം എടുത്തങ്ങ് കുടിക്കും. അങ്ങനെയാണ് ഫുഡ് കഴിച്ചിരുന്നത്. മോർണിംഗ് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന സമയം ലേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വായിലിടും, അപ്പം തന്നെ വെള്ളം കുടിക്കും, ഇറക്കും. പിന്നെ അത് മാറ്റി ചവച്ച്. എന്നാലും ഇപ്പോഴും ഫുഡ് കഴിക്കാൻ ഇച്ചിരി സ്ലോ ആണ്. ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കൂ, ച്യൂ യുവർ ഫുഡ് വെൽ. അതായത് ഭക്ഷണം നന്നായി ചവച്ച് കഴിച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ആരോഗ്യത്തിന് പിടിക്കുകയുള്ളൂ. പല്ല് തേക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കൊച്ചുങ്ങൾ പല്ല് തേക്കാൻ പോകുമ്പം ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞിട്ട് ബ്രഷും പേസ്റ്റും എടുത്ത് കൈ കൊടുക്കും. അപ്പോൾ പല്ല് തേക്കുന്നതിന് എന്താ പറയുക? ബ്രഷ് യുവർ ടീത്ത്. ഇപ്പോൾ ഗുഡ് ഹാബിറ്റ്സിൽ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എത്ര തവണ പല്ല് തേക്കണം എന്നാണ് പറയുന്നത്. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, അതായത് രാവിലെയും രാത്രിയും പല്ല് തേക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പല്ല് തേക്കുക എന്നുള്ളതിന് എന്ത് പറയും? ബ്രഷ് യുവർ ടീത്ത്. നിസ്സാരനാകാതെ, ഡോണ്ട് ബി സില്ലി. നിസ്സാരനാകാതെ, ഡോണ്ട് ബി സില്ലി. നമ്മുടെ ലൈഫിൽ പല സാഹചര്യങ്ങൾ വരും, നമുക്കൊന്നും ചെയ്യാനാവാതെ. നമ്മൾ പഠിച്ചിനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ജോലി ഇല്ലാണ്ടിരിക്കും. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ്സിനെ സഹായിക്കാൻ 1 രൂപ പോലും നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ വാടി തളർന്നിരിക്കും. അപ്പോൾ നമ്മൾ ചില ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഡോണ്ട് ബി സില്ലി, നിസ്സാരനാകാതെ, നമുക്കൊരു താങ്ങ് പോലെ പറയുന്ന വേർഡാണ് നിസ്സാരനാകാതെ, ഡോണ്ട് ബി സില്ലി. നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക, മൈൻഡ് യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക, മൈൻഡ് യുവർ ഓൺ വേർഡ്സ്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ്സും വൈഫും തമ്മിൽ അല്ലെങ്കിൽ നെയ്ബേഴ്സ് തമ്മിലൊക്കെ അത്യാവശ്യം വഴക്ക് നടക്കുന്ന സമയത്ത് ഒന്നുമല്ലാതെ ഒരാൾ വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ വന്നിട്ട് ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് അത് വലിയൊരു ഇഷ്യൂ ആക്കും. അപ്പോൾ സഹി കെട്ടിട്ട് നമ്മൾ പറയുന്നൊരു വേർഡ് ഉണ്ട്, മൈൻഡ് യുവർ ഓൺ വേർഡ്സ്. മൈൻഡ് യുവർ ഓൺ വേർഡ്സ്. ഓക്കെ. ദെൻ 2 കൈകൊണ്ടും പിടിക്കൂ, ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. 2 കൈകൊണ്ടും പിടിക്കൂ, ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഇപ്പം നമ്മുടെ കൊച്ചുങ്ങളെ നമ്മളിപ്പം മൂകാംബിക പോലത്തെ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മളൊരു താലം കൊടുക്കും. ആദ്യമായിട്ട് കൊച്ചുങ്ങളെ കൊണ്ടുപോകണം. ആദ്യമായിട്ട് ആര് പോകുമ്പോഴും ഒരു താലം കൊടുക്കും. അപ്പോൾ ആ താലം കൊച്ചിൻ്റെ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ അത് പെട്ടെന്ന് വീഴാൻ പോയി. അപ്പോൾ നമ്മൾ അമ്മമാർ പറയും 2 കൈ കൊണ്ടും പിടിക്കൂ, ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ജോലി നിർത്തി വെക്കരുത്, ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്. ജോലി നിർത്തി വെക്കരുത്, ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്സ്.
ഈ സിനിമാ മേഖലയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു വർക്ക് നടക്കുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻസ് നടന്ന് അവിടെ ജോലി നിർത്തി വെക്കില്ല. കാരണം ഒരു ദിവസത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ചിലപ്പം 5000 അല്ലെങ്കിൽ ഒരു 3000 ആൾക്കാരുടെ വർക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ആക്സിഡന്റ് വേണ്ടിയിട്ട് അവർ അന്നത്തെ വർക്ക് നിർത്തി വെക്കില്ല. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. കാരണം ഒരു ദിവസം ആ ഷൂട്ട് നിർത്തിവെച്ചാൽ ചിലപ്പം 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വരെയെല്ലാം വേണ്ടിക്കില്ല, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം വരെയെങ്കിലും അവർക്ക് നഷ്ടം സംഭവിക്കും. അപ്പം അവിടെ എന്താ ഒരു പറയും, ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്, ജോലി നിർത്തിവെക്കരുത്, ജോലി നിർത്തിവെക്കരുത് എന്ന് പറയും. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. സമയനിഷ്ഠ പാലിക്കുക, ബി പങ്ക്ച്വൽ. കുട്ടികളെ നല്ല രീതിയിൽ കറക്റ്റ് ടൈമിന് സ്കൂളിൽ എത്തിക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. പൂക്കൾ പറിക്കരുത്, ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. ഇപ്പോൾ സ്കൂളിലായാലും നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികളെ ഒരു കാരണവശാലും പൂക്കൾ പറിക്കാൻ അനുവദിക്കരുത്. ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കൂ, ച്യൂ യുവർ ഫുഡ് വെൽ. അതായത് ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കാൻ മാത്രമേ അത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യൂ. പല്ല് തേക്കുക, ബ്രഷ് യുവർ ടീത്ത്. ദിവസത്തിൽ 2 നേരം പല്ല് തേച്ചാൽ പല്ല് നല്ല രീതിയിൽ നന്നാവും. നിസ്സാരനാകാതെ, ഡോണ്ട് ബി സില്ലി. നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. 2 കൈകൊണ്ടും പിടിക്കൂ, ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ജോലി നിർത്തിവെക്കരുത്, ഡോണ്ട് ഹോൾഡ് അപ്പ് ദ വർക്ക്. അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇതിനോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ നിങ്ങൾ കുളിക്കാൻ പറയാറുണ്ടോ? നിർബന്ധമായിട്ടും കുളിപ്പിക്കണം. ഞാൻ എൻ്റെ കൊച്ചിനെ രാവിലെ സ്കൂളിൽ വിടുന്ന സമയത്ത് തലയും മേലും കഴുകിപ്പിക്കും, വന്നിട്ടാകുമ്പോൾ മേല് കഴുകിപ്പിക്കും. അപ്പം എൻ്റെ മോൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മ എൻ്റെ ഇന്ന ഫ്രണ്ട് അവള് സ്കൂളിൽ നിന്ന് പോയിട്ടാകുമ്പം കഴുകാറില്ല, അതായത് മേല് കഴുകാറില്ല, കാലും മുഖവും കഴുകുക മാത്രമേ ചെയ്യൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളിപ്പം ഓട്ടോയിൽ വിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ വിടുന്നതായിരിക്കാം, ലൈൻ ബസ്സിൽ പോകുന്നതായിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കും കുട്ടികൾ സ്കൂളിലേക്ക് വന്നത്. ഇപ്പം സ്കൂളിലുള്ള കുട്ടിക്ക് ചിലപ്പോൾ പനി ചെറിയ രീതിയിൽ മാറിയിട്ട് വന്നത്, പക്ഷെ അവരുടെ ബോഡിയിൽ ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അത് നമ്മുടെ കുട്ടികളിലേക്ക് വരും, അത് അവർക്ക് മോശമായിട്ട് ബാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് വന്ന പാടെ തന്നെ കുട്ടികളെ മേല് കഴുകിയിട്ട് മാത്രമേ ഫുഡൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.